Meet the editors. വയനാട് ദുരന്തത്തിനു പിന്നാലെ കേരളത്തിന് ലഭിക്കേണ്ട സഹായം ലഭിക്കാൻ വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സംസ്ഥാനത്തിന് സഹായം നൽകുന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാർ നിലപാടറിയിക്കണം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രം 1 രൂപ പോലും നൽകിയില്ലെന്ന് അമിക്കസ് ക്യൂറി ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. കേന്ദ്ര സർക്കാരിന് നൽകിയ മെമ്മോറാണ്ടത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിന്റെ മാനദണ്ഡത്തിൽ സംസ്ഥാന സർക്കാരും വിശദീകരണം നൽകണം. കേന്ദ്രത്തിന്റെ കള്ളക്കണ്ണീരോ എന്നാണ് ചോദ്യം. വയനാട്ടുകാരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചിട്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രത്യേക പാക്കേജ് അനുവദിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ വളരെ വിഷമമുണ്ട്. കാരണം ഇത്രയും ദിവസങ്ങളായിട്ടൊരു പാക്കേജ് എത്രയോ സന്തോഷത്തോടു കൂടി പ്രധാനമന്ത്രിനെ സ്വീകരിച്ച് ആനയിച്ച് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ കൂടിയെല്ലാം കൊണ്ടുപോയി കാണിച്ച് അത് കഴിഞ്ഞിട്ട് കളക്ട്രേറ്റിലേക്ക് വന്നിട്ട് ഒരു അവലോകന യോഗം നടത്തി ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂർ കൂടുതൽ ഇവിടെ നിന്ന് ആ കൊച്ചിനെ കെട്ടിപ്പിടിച്ച ഒരു വിഷ്വലുണ്ടല്ലോ പ്രധാനമന്ത്രിയുടെ. ആ വിഷ്വലാണ് നമ്മുടെയൊക്കെ മനസ്സിൽ. കാരണം ആ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി നമ്മൾ എന്നുള്ളതല്ല, കേരളത്തിലെ ഓരോ മലയാളിയും പ്രതീക്ഷിച്ച ഒരു പാക്കേജ് ഉണ്ടല്ലോ, തിരിച്ച് ഡൽഹിയിൽ ചെന്നതിന് ശേഷം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞൊരു പാക്കേജ്. ആ പാക്കേജ് ഇന്ന് ഹൈക്കോടതി ഇടപെടേണ്ടി വന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഔചിത്യ പ്രശ്നം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എവിടെയാണ് ഈ പറയുന്ന കേന്ദ്രം ഈ ദുരന്തത്തിൻ്റെ കൂടെ നിന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അതിനെക്കുറിച്ച് പറയണമെന്നറിയില്ല. കാരണം 500 രൂപ എത്രയാണ് നമ്മുടെ മരണസംഖ്യ എത്രയാണ്? 500 കൃത്യമായിട്ട് കണക്കില്ല. ഇത്രയും വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടായിട്ടെ ഇത്രയും വലിയൊരു സംവിധാനമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു കേരളം ഇത്രയും വലിയൊരു ദുരന്തം കണ്ടിട്ടില്ല. ഇത്രയും വലിയൊരു ദുരന്തം കണ്ടിട്ട് 1 രൂപ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഔചിത്യ പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിൽ ഹൈക്കോടതി ഇടപെട്ടു എന്ന് പറയുന്നത് തന്നെ ഒരു ആശ്വാസം. കാരണം അതിനൊരു മറുപടി കിട്ടുമല്ലോ. ഇപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ 2 ആഴ്ചയ്ക്കുള്ള റിപ്പോർട്ടിനകത്തൊരു മറുപടി കിട്ടുമല്ലോ. ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് വയനാട്ടുകാരെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. കാരണം അവിടുത്തെ ജനങ്ങൾ ഈ പറഞ്ഞ ദുരിതത്തിൽപ്പെട്ടവരെല്ലാവരും പാവങ്ങളാണ്. കാരണം 10 സെൻറ്റും 15 സെൻറ്റുമുള്ള വീട്ടുകളിൽ സാധാരണ കൂലിപ്പണിയെടുത്ത് പാടികളിൽ താമസിച്ച് എസ്റ്റേറ്റിൽ പണിയെടുത്ത് ജീവിക്കുന്ന പഞ്ചപാവങ്ങളാണ്. ഇവരോട് കരുണ കാണിക്കാനുള്ള മനസ്ഥിതി ഈ പറഞ്ഞ കേന്ദ്രത്തിനും കേരളത്തിനും ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. 1 മിനിറ്റ് ഇതിന് മേലെ താമസിക്കരുത് എന്നുള്ളതാണ്. എത്ര സ്പീഡിലാണ് ഈ പറയുന്ന ദുരിതാശ്വാസ പരിപാടികൾ പോകുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ എൻ്റെ കാര്യം ഓപ്പണായിട്ട് തന്നെ പറയുകയാണ്. എനിക്ക് ഈ കാര്യത്തിനകത്ത് സംശയമുണ്ട് എത്ര സ്പീഡിലാണ് ഇങ്ങനെ പോകുന്നതെന്നുള്ളത്. അത് 1 മിനിറ്റ് മുൻപ് തീർക്കാനുള്ള മനസ്ഥിതി ഈ സർക്കാരുകൾ കാണിക്കണം. കാരണം നമ്മൾ 750 ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് 759 വീടുകൾക്ക് താമസസൗകര്യം എല്ലാം നല്ല കാര്യങ്ങളാണ്. ഇന്ന് ഒക്കെ സംസ്ഥാന സർക്കാർ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ്. അത് ചെയ്യേണ്ടതാണ് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 1 മിനിറ്റ് ഇതിന് മേലെ ഇനി താമസിക്കരുത്. ഞാൻ പറയുന്നത് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ പാനിക്കാണ്. ഇന്ന് മേപ്പാടി പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് വരും. കാരണം ഓരോ മണിക്കൂറുകൾ നമ്മൾ പുത്തുമലയിൽ ഇതാണ് കണ്ടത്. അപ്പോൾ അത് സംഭവിക്കാൻ പാടില്ല. അതിന് ഞാൻ ഇന്ന് നമ്മുടെ എന്തു പറഞ്ഞാലും ഇന്നത്തെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാട് വളരെ ശ്ലാഘനീയമാണ്. കാരണം ഇന്നത്തെ നമ്മുടെ നിയമസഭ ചേർന്ന സമയത്ത് എല്ലാവരുടെയും ഒരേ സ്വരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. കാരണം ഇന്ന് വി ഡി സതീശൻ പറയുന്നത് നമ്മൾ കേട്ടതാണല്ലോ. എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. മുഖ്യമന്ത്രി പറയുന്നത്, സ്പീക്കർ പറയുന്നത് എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇനി ഈ പറഞ്ഞ സംവിധാനത്തിലൊരു വീഴ്ച വന്നുകൂടാ. ആ വീഴ്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിലപാട് സ്വീകരിക്കേണ്ടത് കേരള സർക്കാരാണ്. ഞാൻ പറയുന്നത് കേന്ദ്രത്തിന് കിട്ടുകയാണെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ 1 മിനിറ്റ് കളയാൻ പാടില്ല. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് 2 ആഴ്ച കൊണ്ട് അറിയാം. പക്ഷേ നമ്മുടെ അടുത്തൊരു നിലപാട് വേണം. ആ നിലപാടിൻ്റെ പേരിലായിരിക്കും ഇനി പറയുന്ന ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ എല്ലാവരും കൈയടിക്കാൻ പോകുന്നത്. ഞാൻ 100% സന്തോഷത്തോട് കൂടിയിട്ട് ഒരു പാക്കേജ് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പാക്കേജുകൾ ഇമ്മീഡിയറ്റായി അനൗൺസ് ചെയ്ത് അത് നടപ്പിലാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് 1 മിനിറ്റ് പോലും ഇനി നീണ്ടുപോകാൻ പാടില്ല. അത് ജനങ്ങൾക്കും കൂടെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള നിലപാട് കേരള സർക്കാർ സ്വീകരിക്കുക എത്രയും പെട്ടെന്ന്. പക്ഷേ ഈ പറഞ്ഞ കേന്ദ്രം ഇപ്പോൾ എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് വളരെ മോശം നിലപാടാണ്. ആ നിലപാട് ഇനി ഒരു എസ്റ്റിമേറ്റും
ഒരു റിപ്പോർട്ടും കിട്ടാതെ മറ്റുള്ള സ്റ്റേറ്റുകൾക്ക് പണം കൊടുത്ത കേന്ദ്രമാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും അധികം കാഷ്വാലിറ്റി ഉണ്ടായിട്ട് ഒരു പോലും തന്നിട്ടില്ല എന്നും നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്ന BJP നേതൃത്വവും ഈ കേരളത്തിൽ തന്നെയുണ്ട്. ഇതിൽ മനസ്സിലാക്കാത്ത BJP നേതൃത്വമല്ല. ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കണമെന്നേ. ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്ന ഇപ്പോൾ നമ്മൾ വിമർശിക്കുന്ന RSS ആണെങ്കിലും വിമർശിക്കുന്ന BJP നേതൃത്വമാണെങ്കിലും നമ്മൾ സഹായിക്കുന്നതും സഹായിക്കാത്ത BJP നേതൃത്വമാണെങ്കിലും ഈ പറയുന്ന ഇന്ന് നിങ്ങൾ കേന്ദ്രത്തെ പോയി കണ്ടിട്ട് നമ്മുടെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങൾ, കാരണം എനിക്ക് സുരേഷ് ഗോപിനോടും ഈ പറഞ്ഞ ജോർജ് കുര്യനോടും പറയാനുള്ളതാണ്. കാരണം 2 കേന്ദ്രമന്ത്രിമാർ ഈ കേരളത്തിനുണ്ട്. ആ കേന്ദ്രമന്ത്രിമാരും ഇതിനകത്ത് എത്രയും പെട്ടെന്ന് ഇടപെടണം. ഇവർ BJP നേതൃത്വം ഇടപെടണം. ഞാൻ പറയുന്നത് ഇത് CPM ഇവിടെ തീരുമാനിച്ചിട്ട് കാര്യമില്ല. കേരള സർക്കാർ തീരുമാനിക്കുന്നതിനേക്കാളും കൂടുതൽ എത്രയും പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് BJPക്കാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന 2 കേന്ദ്രമന്ത്രിമാർക്കാണ്. അവർ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ 2 ആഴ്ച റിപ്പോർട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഔചിത്യത്തിൽ അല്ലെങ്കിൽ പറയുന്ന സാങ്കേതികത്തിൽ പെട്ട് കിടക്കാത്ത അവസ്ഥയിലേക്ക് വരാതെ ഒരു വൃത്തിയുള്ള റിപ്പോർട്ട്, ഇത്ര രൂപ ഞങ്ങൾ കേരളത്തിന് കൊടുക്കുന്നു, വയനാട്ടിൽ കൊടുക്കുന്നുള്ള ഒരു തൻ്റെ അടുത്തോട്ടുള്ളൊരു തീരുമാനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അരുൺ, തീർച്ചയായിട്ടും ഒരു പഞ്ചായത്തിലെ 3 വാർഡുകൾ, മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ, ഈ വാർഡുകളിലെ 1721 വീടുകളിലെ 4988 മനുഷ്യർ പ്രത്യക്ഷമായും പരോക്ഷമായും ഒരു ദുരന്തത്തിൻ്റെ ഫലം അനുഭവിച്ചവരാണ്. അതിൽ 668 വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു പോയവയാണ്. അവയിൽ 500-ലധികം മനുഷ്യർ, അവരിൽ പലരെയും ഇനിയും കണ്ടുകിട്ടിയിട്ടില്ല എന്നതാണ്. ഇങ്ങനെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു വലിയ ഭാഗം ഒന്നാകെ അടർന്നു പോയിട്ടും കേരളം പിടിച്ചു നിന്നത് കേരളത്തിൻ്റെ വലിയ ജാഗ്രതയോടുകൂടിയുള്ള ഒരു ഒത്തൊരുമിച്ചുകൊണ്ടുള്ളൊരു പ്രതിരോധത്തിലാണ്. എന്നാൽ പ്രധാനമന്ത്രി ഇവിടെ എത്തി ഓഗസ്റ്റ് മാസം 2-ാം വാരം പറഞ്ഞൊരു വാചകമുണ്ട്: കേരളം ഈ ദുരന്തത്തിൽ ഒറ്റയ്ക്കല്ല, കേന്ദ്രം ഒപ്പമുണ്ട് എന്നാണ്. അന്ന് നമ്മൾ വിശ്വസിച്ചു. ഒരുപക്ഷെ ആ ദിവസം കൽപ്പറ്റയിൽ കളക്ട്രേറ്റിൽ വെച്ച് പ്രധാനമന്ത്രി ഈ റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു പാക്കേജ് പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. കാരണം അങ്ങനെ പാക്കേജ് പ്രഖ്യാപിച്ച ചരിത്രമുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾ വിശദമായൊരു മെമ്മോറാണ്ടം തയ്യാറാക്കി കൊടുക്കണം. അങ്ങനെ ഒരു വിശദമായ മെമ്മോറാണ്ടം സംസ്ഥാന സർക്കാർ തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിച്ചു. എല്ലാ കണക്കുകളും എസ്റ്റിമേറ്റ് ഇട്ടുകൊണ്ട് കൊടുത്തു. ആ കണക്ക് കൊടുത്ത് ഈ ദുരന്തം കഴിഞ്ഞ് 2 മാസമായിട്ടും ഒരു നയാ പൈസ പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ നിന്നോ ഈ ദുരന്ത നിവാരണ പ്രതികരണ ഫണ്ടിൽ നിന്നോ കേരള സംസ്ഥാനത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് ഇന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞൊരു വാചകമുണ്ട്: ദുരിതാശ്വാസത്തിന് വേണ്ടി ദുരന്തബാധിതരായ മനുഷ്യർ അധികൃതർക്ക് പിന്നാലെ നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നാണ്. ഇതാണ് നമുക്ക് കേന്ദ്രത്തോടും ചോദിക്കാനുള്ളത്. അങ്ങനെ ഇനി ഈ മനുഷ്യർ പിന്നാലെ നടക്കണമോ? ഇങ്ങനെ നടന്നില്ലല്ലോ. നമ്മുടെ മുന്നിൽ കണക്കുണ്ടല്ലോ. ഇന്നിപ്പോൾ ദുരന്ത നിവാരണ പ്രതികരണ നിധിയുടെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത വിഹിതം, ആ വിഹിതം ഒന്ന് എടുത്തു നോക്കിയാൽ ആ കണക്കിലെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. മഹാരാഷ്ട്രയിൽ കൊടുത്തത് 1492 കോടി രൂപയാണ്. ഒരു മെമ്മോറാണ്ടവും ചോദിച്ചില്ല കേട്ടോ. ആന്ധ്രാപ്രദേശിൽ കൊടുത്തത് 716 കോടിയാണ്. മെമ്മോറാണ്ടം വേണ്ടി വന്നില്ല. TDPയുടെ ഒരു നോട്ടം മാത്രമേ വേണ്ടി വന്നുള്ളൂ. ബീഹാറിൽ കൊടുത്തത് 685 കോടിയാണ്. നിതീഷ് കുമാർ ഒന്ന് നോക്കിയതേയുള്ളൂ. ഗുജറാത്തിൽ കൊടുത്തത് 600 കോടി രൂപയാണ്. അവിടെ നോക്കിയത് പോലുമില്ല എന്നതാണ്. കേരളത്തിന് SDRFിലേക്ക് നീക്കിവെച്ചത് 145 കോടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു പഞ്ചായത്തിലെ 3 വാർഡുകൾ അപ്പാടെ ഒലിച്ചുപോയി. ഈ 668-ലധികം വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്നു. ഇല്ലാത്ത മനുഷ്യർ, ബന്ധുക്കളില്ലാത്ത മനുഷ്യർ, ഒറ്റപ്പെട്ടു പോയി അനാഥത്തിൻ്റെ ദ്വീപുകളിൽ നിൽക്കുന്ന മനുഷ്യരാണ്. അവരെ ഇനിയും ഈ ദുരിതാശ്വാസത്തിന് വേണ്ടി ഈ അധികൃതർക്ക് പിന്നാലെ ഓടിക്കരുത് എന്ന് ഹൈക്കോടതി പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടി വരും കേന്ദ്രത്തിൻ്റെ കണ്ണീരിന് ആത്മാർത്ഥത അല്പം കുറവുണ്ടായിരുന്നുവെന്ന്. കാര്യം ദിവസങ്ങൾ വൈകുന്നു. 2000 കോടി രൂപയെങ്കിലും നമ്മുടെ കേരള സംസ്ഥാനത്ത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നൽകണം. അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന മെമ്മോറാണ്ടം. അതിൻ്റെ 4-1 പക്ഷേ അനുവദിച്ചേക്കാം. പക്ഷേ എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യം പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മഹാരാഷ്ട്ര അല്ലാത്തത് കൊണ്ടാണോ, നമ്മൾ കർണാടക അല്ലാത്തത് കൊണ്ടാണോ, നമ്മൾ ബീഹാർ അല്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇന്ന് ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി അത് ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കേന്ദ്ര സർക്കാർ അത് ഉടൻ തന്നെ നടപ്പാക്കണം. ഇനി മുഖ്യമന്ത്രിയോട് ചോദിക്കണം എന്ന് പതിവ് പല്ലവി സുരേഷ് ഗോപി പറയുകയും അരുത്. ഈ കണ്ണീരിന് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ കണക്കുകൾ സർക്കാരിന് മുന്നിൽ, ഒക്ടോബർ മാസം 18 കൊടുത്തിരിക്കുന്ന തീയതി, അതിനു മുൻപ് തന്നെ ഹൈക്കോടതിയുടെ മുൻപിൽ അത് ബോധിപ്പിക്കണം. ആ ബോധിപ്പിക്കുന്നതിനും അപ്പുറം നമ്മൾക്ക് അത് ബോധ്യപ്പെടണം.
കേന്ദ്രത്തിൻ്റേത് കള്ളക്കണ്ണീരല്ല എന്ന്. സ്മൃതി, കേന്ദ്രത്തിൻ്റെ കള്ളക്കണ്ണീരാണ് എന്നിപ്പോൾ തെളിയുകയാണ്. കാരണം പ്രധാനമന്ത്രിയുടെ ഫോട്ടോഷൂട്ടുകളും ക്യാമറ കൊണ്ടുപോയിട്ടുള്ള അഭിനയമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, വിമർശിച്ചിട്ടുമുള്ളതാണ്. പക്ഷേ വയനാട്ടിൽ എത്തി ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിൽ അദ്ദേഹം നടന്ന് കാണുന്ന ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് വേറൊരു മുഖമാണ് നമ്മൾ കണ്ടത്. അതൊരു അഭിനയമായി നമ്മൾ കരുതിയിരുന്നുമില്ല. അപ്പോൾ ആ കുഞ്ഞിനെ ഒക്കെ ചേർത്ത് പിടിച്ച് ആശുപത്രിയിൽ പോയി ഈ പറഞ്ഞതുപോലെ മണിക്കൂറുകളോളം അദ്ദേഹം അവിടെ നിന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു സാങ്കേതികത്വത്തിൻ്റെയും തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത്. അപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. 2 മാസത്തിനിപ്പുറം അതുവരെയും കേരളം എന്തുകൊണ്ട് കൃത്യമായൊരു കണക്ക് അങ്ങോട്ട് കൊടുക്കുന്നില്ല എന്ന് പരാതിയാണ് തിരിച്ച് BJP കേന്ദ്രങ്ങളിൽ നിന്നായും പ്രതികരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കണക്ക് കൊടുത്തിരിക്കുന്നു, എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നു, എന്നിട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാലത്തും ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കേരളത്തിന് പൊതുവെ നമ്മളോട് കാണിക്കുന്ന ചിറ്റമനയം നമുക്കറിയാവുന്നതാണ്. ഒരു ഫെഡറൽ സംവിധാന രീതിയെ അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് BJP അംഗീകരിക്കുന്നില്ല. അപ്പോൾ ആ രൂപത്തിലാണ് മുമ്പും പ്രവർത്തിച്ചിട്ടുള്ളത്. മുമ്പ് നമുക്ക് അരിക്ക് വരെ പണം തിരികെ കൊടുക്കേണ്ടി വന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളെ ഇപ്പോൾ ആന്ധ്രയുടെ കാര്യം പറഞ്ഞു, ബീഹാറിൻ്റെ കാര്യം പറഞ്ഞു, എന്തിന് തമിഴ്നാടിന് പോലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേരളത്തെ ഇവിടെ പ്രധാനമന്ത്രി വന്നു കണ്ട ശേഷം പണം നൽകാത്തതിന് ഒരു ന്യായീകരണമില്ല. കേരളത്തിന് മുഖ്യമന്ത്രി ഇതുവരെയും അതിനോട് നടക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കണം അത് ശക്തമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം അത് വളരെ മയപ്പെടുത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതീക്ഷ കൊണ്ടായിരിക്കാം, ഇനിയിപ്പോൾ അതുമൂലം തരാതിരിക്കേണ്ട എന്ന് കരുതിയിട്ടായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു അവരുടെ ഔദാര്യമല്ലെന്നേ, അത് ഔദാര്യമല്ല, എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കേണ്ടതാണത്. അപ്പോൾ നമ്മുടെ അവകാശമാണ്, അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇത് ചെറിയ രൂപത്തിൽ ഇങ്ങനെ വിമർശിക്കാതെ നമുക്കൊന്നും തന്നില്ല എന്ന രൂപത്തിൽ കൈനീട്ടേണ്ട അവസ്ഥയല്ല, നമ്മളത് ചോദിച്ചു വാങ്ങുക തന്നെ വേണമെന്നുള്ളതാണ്. ശക്തമായി തന്നെ ഇതിൽ പ്രതികരിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. കേന്ദ്രത്തിൻ്റേത് കള്ളക്കണ്ണീരോ എന്ന ചോദ്യത്തിന് 3 പേരുടെയും ഉത്തരം യെസ് എന്ന് തന്നെയാണ്. Meet the editors.